നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. PNC മാക്ക്, LBS, MCS FNCK, CPAS തുടങ്ങിയിരിക്കുന്ന BSc നഴ്സിംഗിൻ്റേതായിട്ടുള്ള എല്ലാവിധ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള പ്രൊഫഷണലിയുള്ള റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ NCS FNCKയുടെ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗിലുള്ള അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മുൻ വർഷത്തേക്കാളും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രോസസ്സിനേക്കാളും വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും ഇത്തവണ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട്. അപ്പോൾ ഈ പ്രോസസ്സ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. റാങ്ക് വളരെയധികം കൂടുതലായിരിക്കും പല വിദ്യാർത്ഥികൾക്കും. അപ്പോൾ അത് നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കുറവാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമ്പോൾ അത് കുട്ടികൾ ജോയിൻ ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ അവിടെ വേക്കൻസി വരികയും അപ്പോൾ താഴെ ഘട്ടത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഒരു മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് അഡ്മിഷൻ ലഭിക്കാതെ പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും പാരൻസും മനസ്സിലാക്കേണ്ടത് BSc നഴ്സിംഗ് വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. സോ സ്വാഭാവികമായിട്ടും അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉയർന്ന ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കേരളയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി കുറവ് ഉണ്ടെന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എന്തായാലും തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രമിക്കുക. ദാറ്റ് മീൻസ് കേരളത്തിന് പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള കോളേജുകളിൽ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലുള്ള അഡ്മിഷൻസിനെ കുറിച്ച് അറിയുവാനാണെങ്കിലും അതുപോലെ തന്നെ മെറിറ്റ് അഡ്മിഷനെ കുറിച്ച് അറിയുവാനാണെങ്കിലും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.